ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ കണ്ടീഷൻ ഫോമാറ്റിംഗ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഗ്രേറ്റർ ദാൻ, പിന്നെ ലെസ് ദാൻ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ മാർക്സ് എല്ലാം 100ലാണ് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര പേർ എബവ് 35 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ആദ്യമായി ഈ ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടീഷണൽ ഫോമാറ്റിംഗിൽ പോയി ഹൈലൈറ്റ് സെൽസ് റൂൾസ് എടുത്ത് ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ. ഓക്കെ, ഗ്രീൻ സെലക്ട് ചെയ്ത് അതിനുശേഷം 35 എന്നിവിടെ ടൈപ്പ് ചെയ്യുക. 35 എന്നിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എബവ് 35 കിട്ടിയ കുട്ടികളുടെ മാർക്സിൻ്റെ അവിടെയെല്ലാം ഗ്രീൻ കളർ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലുക്ക്, ആ കോളവും എൻ്റർ ചെയ്ത നമ്പറും ഗ്രീൻ കളറിലാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ലെസ് ദാൻ 35 കിട്ടിയ കുട്ടികളെ നോക്കാം. ഈ ഏരിയ സെലക്ട് ചെയ്ത് അതിനുശേഷം കണ്ടീഷണൽ ഫോമാറ്റിംഗ് പോയി ഹൈലൈറ്റ് സെൽ റൂൾസ് എടുത്ത് ലെസ് ദാനിൽ ക്ലിക്ക് ചെയ്യുക. ലെസ് ദാനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കളർ ലൈറ്റ് റെഡ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് 35 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. മിഥുനും രാകേഷിനും ഇപ്പോൾ റെഡ് കളറിലാണ് ഇപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. Alt D F അടിച്ചതിന് ശേഷം നമുക്ക് ഫിൽട്ടർ ബൈ കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗ്രീൻ കിട്ടിയ കുട്ടികളെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. ഫിൽട്ടർ ബൈ സെൽ കളർ. ഓക്കെ, ബൈ. ലുക്ക്, ഇപ്പോൾ ആശീർവാദ്, രാകേഷ്, ജിപിൻ, ജാക്സൺ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലെസ് ദാൻ കിട്ടിയവരുടെ നോക്കാം. ഫിൽട്ടർ ബൈ കളർ, ദെൻ റെഡ്. ലുക്ക്, മിഥുൻ ആൻഡ് രാകേഷ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിലോ 35 ലഭിച്ച കുട്ടികളുള്ളത്, പിന്നെ എബവ് 35 ലഭിച്ച കുട്ടികളുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ സാധിച്ചു. ഇവിടെ രാകേഷ് 2 തവണ റെപ്യൂട്ടേഷൻ വന്നിട്ടുണ്ട്. ആ റെപ്യൂട്ടേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഏരിയ സെലക്ട് ചെയ്ത് അതിനുശേഷം കണ്ടീഷണൽ ഫോമാറ്റിംഗിൽ പോയി ഹൈലൈറ്റ് സെൽ റൂൾസ് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ലുക്ക്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് രണ്ടും റെഡിൽ ഹൈലൈറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫിൽട്ടറിൻ്റെ ഷോർട്ട് കട്ട് Alt D F. ഓക്കെ, ഇപ്പോൾ സെലക്ട് ഓൾ എടുത്ത് നമുക്കിത് സെലക്ട് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? കളർ വെച്ചിട്ടാണ്. ഫിൽട്ടർ ബൈ റെഡ് കളറിലാണല്ലോ നമുക്ക് കൊടുത്തത്. രാകേഷ് റിപ്പീറ്റേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു രാകേഷിനെ ഒഴിവാക്കാം. അപ്പം രാകേഷ് റിപ്പീറ്റേഷൻ ഉള്ളത് കണ്ടതുകൊണ്ട് നമ്മൾ ഒരു രാകേഷിനെ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല, ഈ ഹൈലൈറ്റ് ചെയ്തത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഗ്രേറ്റർ ദാൻ, പിന്നെ ലെസ് ദാൻ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please do subscribe and comment. Bye bye.